എൻ്റെ പ്രിയപ്പെട്ട രണ്ട് സഹോദരിമാരോടും ഞാനൊരു കാര്യം പറയട്ടെ. ഈ നാട് ഇങ്ങനെയാണ് സഹോദരിമാരെ, ഇങ്ങനെ ആയിപ്പോയി. നിങ്ങളുടെ ആ റീൽസ് വീഡിയോ ഞാൻ നേരത്തെ കണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്. കാരണം ഈ നാട് ഇങ്ങനെയാണ് സഹോദരിമാരെ. നിങ്ങൾ വിചാരിക്കും എന്താന്നല്ലേ, വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ, ബാക്കി പറയാം. ഗൈസ്, ഒരു വലിയ വിഷമം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷിനി മിസ്സാണ്. കോളേജിലെ എൻ്റെ കോളേജിൽ നിന്ന് വീണ്ടും പറയും, സ്കൂളിൽ എൻ്റെ ചങ്കാണ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. ഞങ്ങളുടെ ഇടയിലുള്ള കുറേ നല്ല മൊമെന്റ്സ് റീൽസ് എടുത്തിട്ട് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ പോസ്റ്റ് ചെയ്തതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നായർച്ചി എന്ന് പറഞ്ഞിട്ട് ഇവളെ കുറിച്ചൊരു വീഡിയോ ചെയ്തത്. സത്യത്തിൽ ഇവള് നായർ കൊച്ചാണ്. ഞങ്ങൾ ആ ഒരു രീതിയിൽ കണ്ടോ, മുടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നീട്ടി വളർത്തി, അങ്ങനെ ഒരു ഭയങ്കര ക്യൂട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിന് ഞങ്ങൾ തമാശക്ക് നായർ കൊച്ചു എന്ന് വിളിക്കുന്നതാണ്. അത് നായർച്ചി എന്ന് പറഞ്ഞ തമാശക്ക് ചെയ്ത റീലാണ്. അതിൽ നിങ്ങൾ ജാതീയതയും വർഗീയതയും ഒന്നും കൊണ്ടുവരരുത് പ്ലീസ്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല സുഹൃത്തുക്കൾ. അതിൽ ജാതി മതം നോക്കിയിട്ടല്ല. ഞാൻ തട്ടിടുന്നത് കൊണ്ട് അവൾക്ക് എന്നോട് വെറുപ്പില്ല, അവള് നായരായതുകൊണ്ട് എനിക്ക് അവളോട് വെറുപ്പില്ല. നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനത്തെ വർഗീയ കമന്റ്സ് താഴെ ഇടരുത് എന്ന് അപേക്ഷിക്കുകയാണ്. ഈ ഷിനി മിസ് പറയും, മിസ്സിന് തന്നെയാണ് പറയാനുള്ളത്. കാരണം നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾക്കിടയിൽ മതമില്ല, ജാതിയില്ല, ഒരു ഇഷ്യൂസും. അതെ, അപ്പൊ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കമന്റ്സ് ഒഴിവാക്കാം. അതെ, ഈ രണ്ട് സഹോദരിമാരുടെയും വീഡിയോസ് അവര് റീൽസ് ഞാൻ കണ്ടതാണ്. അതില് ആ തട്ടമിട്ട സഹോദരി അവളെ കളിയാക്കി വിളിക്കുന്നുണ്ട്, ഇത് എൻ്റെ നായർച്ചി കുട്ടിയാണ്. അപ്പൊ മറ്റോളും ചിരിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്, ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. മനസ്സിലായില്ലേ? അവരുടെ സൗഹൃദമാണ് അവർ പങ്കുവച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും. അതിന് ചില മത വർഗീയ ചിന്തകൾ മാത്രം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ചില വർഗീയ വിഷയങ്ങൾ അതിനെ മതപരമായിട്ട് എടുക്കുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുകയാണ്. എന്തിനാണ് ഇതിന്റെ ആവശ്യം? ഇത് നിങ്ങൾ എന്തിനാണ് അവരുടെ ഇഷ്ടത്തിൽ ബോധേടാവാൻ പോകുന്നത്? അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ലേ പരസ്പരം എന്ത് വിളിക്കുന്നത് എന്ന് അവരുടെ ഇഷ്ടമല്ലേ? നിങ്ങൾ ആരാണ് ഇത് തീരുമാനിക്കാൻ? കുറെ മതവർഗീയവാദികൾ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാത്തിലും മതം കലർത്തുന്ന ചില നായ്ക്കൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം വർഗീയ വിഷയങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ചത്തൊടുങ്ങിയാൽ നമ്മുടെ നാട് എത്ര സുന്ദരമായിരിക്കും അല്ലെ? മതം തലയ്ക്കകത്ത് കയറിയ ചില മാംസപിണ്ഡങ്ങൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുകയാണ്. നമ്മുടെ സഹോദരങ്ങളെ തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടിയിട്ട്, മതം പറഞ്ഞ് നമ്മുടെ മക്കളുടെ സന്തോഷങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, മതത്തിന്റെ പേര് പറഞ്ഞ് നമ്മുടെ കൊച്ചു കൊച്ചു മക്കളുടെ സന്തോഷങ്ങൾ ഇല്ലാതാക്കുന്ന ചില മതം തലയ്ക്ക് കയറിയ മതപിണ്ഡങ്ങൾ. അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ നാട്ടിൽ നിന്നൊന്ന് ഒഴിഞ്ഞു പോകും. ഞങ്ങളെ സഹോദരങ്ങളെയൊക്കെ കണ്ട് ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ. മരിക്കുന്ന സമയത്തല്ലേ, ആ സമയത്ത് പടച്ചോനുമായിട്ട് നമ്മൾ പറഞ്ഞു തീർത്തോളാം. ഇപ്പോഴ് നിങ്ങൾ ഞങ്ങളുടെ തലയ്ക്കകത്ത് മതം കുത്തി നിറയ്ക്കാൻ നിൽക്കണ്ട. ആ സഹോദരിമാരുടെ സന്തോഷത്തിൽ പോലും മതം കലർത്തുന്ന ചില വർഗീയവാദികൾ എല്ലാ മതത്തിലും ഉണ്ട്. അപ്പൊ എല്ലാ മതയോളികളോടും പറയാനുള്ളത്, പോയി ചത്തൂടറാ നിനക്കൊക്കെ. പോയി ചത്തൂടെ. എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ തമ്മിൽ അടുപ്പിക്കുന്നത്? നിനക്കൊക്കെ പോയി ചത്തൂടറാ മതയോളികളെ. ഞങ്ങളുടെ നാടൊന്ന് രക്ഷപ്പെടട്ടടാ മതയോളികളെ. ഒന്ന് പോയി ചാവിടാ, ഒന്ന് പോയി ചായി. വിഷം മേടിക്കാനുള്ള പൈസ തരാടാ, എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് തരാടാ. ഒന്ന് പോയി ചത്തൂടേടാ നായ്ക്കളെ. അല്ലാതെ നിന്നോടൊക്കെ എന്താ പറയാനാടാ നായ്ക്കളെ?